സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പലയിടങ്ങളിലും വലിയ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ക്രൈം ഓൺലൈൻ പുറത്തുവിട്ട നേരത്തെ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നതിന് മുൻപേ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ടി.പി. നന്ദകുമാർ സാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അച്ചട്ടായി വന്നിരിക്കുന്നു. ഒന്നോ രണ്ടോ സീറ്റിൻ്റെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. അത് പൂർണ്ണമായും ഫലം പുറത്തു വന്നിട്ടില്ല. ആ ഫലം കൂടി പുറത്തു വരുമ്പോൾ ഏതാണ്ട് ആ ഫിഗറിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി 99 സീറ്റുകളോടുകൂടിയാണ് അവർ ജയിച്ച് കയറി വന്നത്. അന്ന് UDF ആകെ കൂടി കിട്ടിയത് 41 സീറ്റാണ്. ഇന്നിപ്പോൾ അതിന് കൃത്യമായി തന്നെ ടീം UDF നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ടീം UDF നയിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM മധുരമായ പ്രതികാരം വീട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 35 എന്നുള്ളൊരു അക്കത്തിലേക്കാണ് LDF സീറ്റുകൾ ഒതുങ്ങാൻ പോകുന്നത് എന്നാണ് പുതിയ പുതിയ ഫലപ്രഖ്യാപനം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയനോടൊപ്പം നിലകൊണ്ട വൻ വൃക്ഷങ്ങൾ എന്ന് പറയപ്പെടുന്ന മന്ത്രിമാർ പലരും കടപുഴുകി ദയനീയമായി ഒഴുകിപ്പോയിരിക്കുന്നു. ഇവിടെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിശ്ചയദാർഢ്യത്തിനും ഒത്തൊരുമയോടുകൂടി ടീം UDF മുന്നോട്ട് കൊണ്ടുപോയതിനുള്ള കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. പിണറായി വിജയന് കൃത്യമായ ഒരു മധുരമായ പ്രതികാരം നൽകിയിരിക്കുന്നു. 100-ലേറെ സീറ്റ് എന്ന് പറയുന്ന നന്ദകുമാർ സാർ ഉൾപ്പെടെയുള്ള പറഞ്ഞ ഒരു സംഖ്യയിലേക്ക് UDF അടുക്കുന്നു. എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഞാൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 104 സീറ്റാണ് ആദ്യം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഒന്നും കൂടെ തെളിയിച്ച് പറഞ്ഞു 90 സീറ്റ് ഉറപ്പായിട്ടും 20 സീറ്റുകളിൽ ഈക്വൽ ഫൈറ്റുമാണ് നടക്കുന്നത്. 20 സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന സീറ്റുകൾ ഉണ്ടാവും. അതിൽ ഒരു 15 സീറ്റ് 12-13 സീറ്റ് വരെ എന്തായാലും UDF കിട്ടേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി തന്നെ വന്നിരിക്കുന്നു. 102 സീറ്റാണ് ഇപ്പോഴുള്ള നിലവാരം. 35 സീറ്റ് LDF 3 സീറ്റ് BJP ആണെന്നുള്ളതാണ്. BJP 3 സീറ്റ് കിട്ടുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പാലക്കാടാണ് പറഞ്ഞെങ്കിലും പാലക്കാട് പിണറായി വിജയൻ അവിടെ പാർട്ടിയോട് പ്രത്യേകം പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണം എന്ന് V മുരളീധരനും K സുരേന്ദ്രനെ ഒക്കെ അടക്കമുള്ള നേതാക്കന്മാരുടെ താല്പര്യപ്രകാരം അവിടെ CPM വോട്ടും മറച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ BJP അത്തരം വോട്ടുകളും മറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി 2 സീറ്റുകൾ നേമത്തും കഴക്കൂട്ടത്തും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വന്നിരിക്കുന്നത്. 167 സീറ്റിലാണ് ഇവിടെ കഴക്കൂട്ടത്ത് മുരളീധരൻ ജയിച്ചിട്ടുള്ളത്. എന്തായാലും കേരള ചരിത്രത്തിൽ കൃത്യമായി തന്നെ മറ്റെല്ലാ ചാനലുകളും 80, 90, 94 വരെയാണ് മനോരമ പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ഒരു ചാനലും ഒരു വരി പോലും പറയാത്ത സമയത്താണ് ക്രൈം നേരത്തെ 104 സീറ്റിൽ UDF വിജയിക്കുമെന്ന് ഓരോ സീറ്റും കൃത്യമായി അക്കമിട്ട് നിരത്തി പറഞ്ഞത്. പ്രത്യേകിച്ചും കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ 65 സീറ്റിൽ 60 സീറ്റ് UDF മിനിമം നേടും. ആ 5 സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. ബാക്കി ഒരു 40 സീറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി 75 സീറ്റാണ്, 40 സീറ്റായിരിക്കും കിട്ടുക എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ 104 സീറ്റാണ് കൃത്യമായി പറഞ്ഞിരുന്നത്. അത് ശരിയാണ് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. 100+ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ പോലെ ഇത്രയധികം കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി പഠിച്ച് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന മറ്റൊരു നേതാവും കേരളത്തിലില്ല. കാരണം അദ്ദേഹം ജനങ്ങളുടെ ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുടെ മനസ്സ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് എവിടെ നിന്ന് UDF വോട്ടും എവിടെ നിന്ന് LDF വോട്ട് കിട്ടും, അവർ എത്രമാത്രം ഇങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടാണ് 100+ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ 100+ എന്ന് പറയുന്ന സംഭവം അതിവിടെ ഏതെങ്കിലും UDF പല കാര്യങ്ങളും നേട്ടമായിട്ടുണ്ടായിരിക്കാം. അത് ഏതെങ്കിലും കേരളത്തിന് പുറത്തുള്ള രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ഇതുകൊണ്ടല്ല ഇത് നേടിയിട്ടുള്ളത് എന്ന് തീർത്ത് പറയാൻ പറ്റും. രാഹുൽ ഗാന്ധിനെ ആണെങ്കിൽ ആസാമിൽ എന്താ ജയിക്കാഞ്ഞത്, പുതുച്ചേരിയിൽ എന്താണ് ജയിക്കാഞ്ഞത്, എന്നാൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എന്താണ് ജയിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് ബംഗാളിൽ സ്വന്തമായി കോൺഗ്രസ് ജയിക്കാതിരുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് അല്ല, ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് കൃത്യമായി പ്ലാനും പ്രവർത്തനവും നടത്തി UDF 2023
2021 മുതൽ 26 വരെ നയിക്കുകയും ടീം UDF ആയിട്ട് എല്ലാ കക്ഷികളെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് കൃത്യമായി പ്രവർത്തിക്കുകയും ആ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തവണ UDF അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് നിസ്സംശയം പറയാൻ പറ്റും. എല്ലാ സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 54,000 63,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കും അതേപോലെ പ്രിയങ്ക ഗാന്ധിക്കും മാത്രമേ ഒരു മണ്ഡലത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളൂ. 63,000 വോട്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ശൈലജ ടീച്ചർക്ക് 60,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് 63,000-ൽ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് 55,000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം കിട്ടി. അതേപോലെ തന്നെ മഞ്ചേരിയിൽ 52,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. എന്തിന്? ചാണ്ടിയുമ്മന് 53,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അവിടെ 50,000-ലേറെ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ചോദിച്ചത് നിങ്ങൾക്ക് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ചോദിച്ചാണ്. അതേപോലെ 45,000-ന്റെയും 40,000-ന്റെയും വോട്ടിന്റെ ഭൂരിപക്ഷം പല മേഖലകളുണ്ട്. ഇവിടെ എറണാകുളത്ത് ഉമാ തോമസിന് 45,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം 25,000 എന്നുള്ളത് 15,000 വോട്ട് പിന്നെയും കൂടി, 20,000 വീണ്ടും കൂടി. അപ്പം നമ്മളെ ഭൂരിപക്ഷത്തിന്റെ സാഹചര്യത്തിൽ സർവകാല റെക്കോർഡാണ് ഇത്തവണ UDF-നുള്ളത്. എനിക്ക് തോന്നുന്നത് ഏകദേശം 50% വോട്ടുകൾ UDF-ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അത്രത്തോളം ജനസമ്മതി പിണറായി വിജയൻ സർക്കാരിന് കുറഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനങ്ങൾ അത്രയും വെറുക്കുന്നു. അതോടൊപ്പം UDF-ല് VD സതീശനെ അംഗീകരിക്കുന്നു. ഒരു കൃത്യമായി നിലപാടുള്ള, നയിക്കാൻ കഴിവുള്ള, കൃത്യമായി പറയുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു നേതാവായി ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നു. അത് തന്നെയാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹം എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അച്ചട്ട് ശരിയായിട്ടുണ്ട്. ഒരു കാര്യം പോലും ഇതുവരെ തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം തൃക്കാക്കര ഇലക്ഷനിലാകട്ടെ, പുതുപ്പള്ളി ഇലക്ഷനാകട്ടെ, പിന്നെ പാലക്കാട് ഇലക്ഷനോ നിലമ്പൂർ ഇലക്ഷനാകട്ടെ, അദ്ദേഹം പറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട്. പിന്നെ ലോക്സഭാ ഇലക്ഷനിലും അതുപോലെ പഞ്ചായത്ത് ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറയുന്ന പ്രകാരമാണ് നടന്നിട്ടുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവ് ആയി അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം ക്രമാനുഗതമായി നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും, അതായത് ചേലക്കര ഒഴികെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDF-ന് കോൺഗ്രസിന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഒരു ടീം വർക്ക് തന്നെയാണ്. ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് VD സതീശൻ എന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തിന്റെയും കർമ്മകുശലതയുടെയും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെയും വലിയ ഒരു ഭാഗം ആയിട്ട് തന്നെയാണ് അതിനെ വിലയിരുത്താൻ കഴിയുക. അതായത് 21 സീറ്റുള്ള കോൺഗ്രസിനെ 70 സീറ്റോളം എത്തിച്ചു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. അതോടൊപ്പം മുന്നണിക്ക് മൊത്തത്തിൽ 102, 104 സീറ്റായിരിക്കും അവസാനം വരിക. ആ പൊസിഷൻ എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ക്രെഡിറ്റ് ഒന്നുമല്ല, വലിയ ക്രെഡിറ്റ് ആണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. അദ്ദേഹം യഥാർത്ഥ ഒരു നേതാവാണ്. ഇവിടെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ UDF-ന്റെ ഭാഗത്ത് ഇത്രയും ശക്തനായ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. നമുക്ക് AK ആന്റണി ഉണ്ടായിരിക്കാം, അതേപോലെ നമ്മുടെ K കരുണാകരൻ ഉണ്ടായിരിക്കാം. പക്ഷെ അവരെയൊക്കെ കടത്തിവിട്ടുന്ന പ്രവൃത്തി പരിചയം അവരുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ അവരെക്കാൾ വളരെ ജൂനിയർ ആണ് മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൃത്യമായി പ്ലാനിങ്ങും പ്രവർത്തനത്തോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ പ്രവർത്തനം നടത്തി ആ പ്രവർത്തനം വിജയത്തിലെത്തിച്ചു. ഒരു കേഡർ പാർട്ടിയെ പോലുള്ള ഒരു പ്രവർത്തന രീതിയാണ് കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളത്. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വൻ വിജയം നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ 120 സീറ്റ് കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചത്. 20 സീറ്റ് അവർ വേണ്ടത്ര പ്രവർത്തിച്ചിരുന്നില്ല. അതിൽപ്പെട്ടതാണ് ധർമ്മടത്തെ പിണറായി വിജയൻ അടക്കമുള്ള ചില സീറ്റുകൾ. അവിടെയും കൂടെ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവിടെയും കൂടെ അട്ടിമറി വിജയം നേടുമായിരുന്നു. അബ്ദുൾ റഷീദ് അതാണ് പറഞ്ഞത്. ഈ മണ്ഡലത്തിൽ വേറെ നേതാക്കന്മാരും ഒന്നും പ്രസംഗിച്ചിട്ടില്ല, വേണ്ടത്ര പ്രചരണം നടത്തിയിട്ടില്ല, വേണ്ടത്ര സഹായം കിട്ടിയില്ല. അതുകൂടി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? പിണറായി വിജയൻ അടക്കം അവിടെ തോൽക്കുമായിരുന്നു.
ഈ പുതുയുഗ യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉണ്ടായ വരവേൽപ്പ് തന്നെ നമ്മൾ ഒരു പ്രളയം പോലെ, ജനസമുദ്രം പോലെയാണ് ഒഴുകി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. തന്നെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നേതാവാണ് അദ്ദേഹം എന്ന് വ്യക്തമാണ്. അത് ഇലക്ഷനിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് സത്യം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ വളരെ കനത്ത ഒരു തിരിച്ചടിയും UDFന്റെ മധുര പ്രതികാരം തന്നെയാണ് ഇതിലൂടെ വി ഡി സതീശൻ ലക്ഷ്യമാക്കിയത്. അത് സാധിച്ചിരിക്കുന്നു. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ UDFന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വിജയിച്ച എല്ലാ ആളുകൾക്കും ക്രൈമിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിവാദ്യങ്ങൾ, ആശംസകൾ. അതായത് 99 സീറ്റിന് പകരം 102 104 സീറ്റ് എന്ന് പറഞ്ഞാൽ മധുര പ്രതികാരം തന്നെയാണ്. മാത്രമല്ല തകർന്നുപോയ കോൺഗ്രസിന് ഇതിലപ്പുറം ഇനി വലിയ വേറൊരു നേട്ടമുണ്ടാകില്ല. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം തന്നെ ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു വിജയം കൂടിയാണ്, ചരിത്ര വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എല്ലാവരും ഏത് പക്ഷത്തായാലും ശരി, രണ്ട് പക്ഷത്തായാലും ശരി, പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷം മാത്രമേ പോയി കഴിഞ്ഞാൽ ഭരണം ഉണ്ടാവില്ല. കാരണം അവർക്ക് അഹങ്കാരം കയറും. വി ഡി സതീശൻ ആരാണെങ്കിലും ശരി, എതിരാളികൾ ഉണ്ടാവണം, ചോദ്യം ചെയ്യാൻ ആളുണ്ടാവണം. അങ്ങനെ ഒരു കുറച്ച് കൂടുതൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ആവശ്യമായിരുന്നു. എന്തായാലും ചരിത്രത്തിന്റെ തിരിച്ചടി തന്നെയാണ് പിണറായി വിജയൻ ഏറ്റിട്ടുള്ളത്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും എതിരെയുള്ള വലിയ തിരിച്ചടി തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് ഇരന്നു വാങ്ങിയ തിരിച്ചടി കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.